വാലിബൻ, മലൈക്കോട്ടെ വാലിബൻ. അപ്പോൾ മലൈക്കോട്ടെ വാലിബന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു പോസ്റ്റർ ഇറങ്ങിയാൽ തന്നെ ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 2024 തന്നെ മിക്കവരും കാത്തിരിക്കുന്ന ഒരു പടം കൂടിയാണ്. എൻ്റെ ഫേവറേറ്റ് ഡയറക്ടറും ആക്ടറും ഒന്നിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. ഇപ്പോഴും ഒരു പേടി സ്വപ്നമായിട്ടുള്ളത് LJPയുടെ പടമാണ്. ആളുകൾ എത്രത്തോളം ഇത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. വാലിബന്റെ കുറേ സ്റ്റോറീസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. പോസ്റ്റർ ഡീകോഡിംഗ് ആയിട്ടും കുറേ തിയറീസ് ഒക്കെ വെച്ച്. അതിൽ എനിക്ക് കുറച്ച് കണക്ഷൻ തോന്നിയ ഒരു സ്റ്റോറി എൻ്റെ രീതിയിലുള്ള തിയറീസ് ഒക്കെ വെച്ച് പറയാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ പോയേക്കാം. അപ്പോൾ സ്റ്റോറി നോക്കാം. മലൈക്കോട്ടെ വാലിബൻ, ആൻ അൺകോണ്ടസ്റ്റഡ് വാരിയർ, പ്രൂവ്സ് ഹിംസെൽഫ് ടു ബി എ റെയിനിങ് ഹീറോ അക്രോസ് ടൈം ആൻഡ് ജിയോഗ്രാഫീസ്. മലൈക്കോട്ടെ വാലിബൻ എന്ന ക്യാരക്ടർ എവിടെയും മത്സരിക്കാത്തൊരു പോരാളിയാണ്. പുള്ളിക്കാരൻ നേരിടുന്ന എല്ലാവരെയും പരാജയപ്പെടുത്തി വരുന്ന ഒരാളാണ്. അക്രോസ് ടൈം ആൻഡ് ജിയോഗ്രാഫീസ് എന്ന് വെച്ചാൽ പല സ്ഥലത്തും പല സമയത്തും വെച്ച് യുദ്ധം ചെയ്യുന്ന ഒരാളാണ്. അതായത് വാലിബൻ എന്ന ക്യാരക്ടർ ഒരു സ്ഥലത്തും നിൽക്കുന്ന ആളല്ല, ഒരുപക്ഷെ ഒരു യാത്രയാണെന്ന് തോന്നുന്നു. ആസ് വാലിബൻ കണ്ടിന്യൂ ഹിസ് വിക്ടോറിയസ് ജേർണി അലോങ് വിത്ത് ഹിസ് എയ്ഡ്സ് ചിന്നപ്പയ്യൻ ആൻഡ് അയ്യനാർ ആൻഡ് മീറ്റ് രംഗപട്ടണം രംഗറാണി. അങ്ങനെ വാലിബന് യാത്ര തുടങ്ങുന്നു ചിന്നപ്പയ്യനും അയ്യനാരുമായിട്ട്. ആ ഒരു യാത്രയിടയിൽ വെച്ച് രംഗപട്ടണം രംഗറാണിയെ കാണുന്നു. ചിന്നപ്പയ്യനും അയ്യനാരും ആയിരിക്കും വാലിബന്റെ കൂടെ എപ്പോഴുള്ള ആളുകൾ. ദിസ് ഈസ് ദ മൊമെന്റ് ദാറ്റ് ആൾസോ ഇൻവൈറ്റ്സ് ചമതകൻ, എ വില്ലനിയസ് പ്രസൻസ് ഹൂ വിൽ ഷാഡോ വാലിബൻ ത്രൂ ദ റെസ്റ്റ് ഓഫ് ഹിസ് ജേർണി. അപ്പൊ ഈ ഒരു സമയത്ത് തന്നെയാണ് ചമതകൻ എന്ന വില്ലന്റെ കഥാപാത്രം എൻട്രി ചെയ്യുന്നത്. വാലിബന്റെ തുടർന്നുള്ള യാത്രയിൽ പുള്ളിയുണ്ട്. ദിസ് ഗ്രൂപ്പ് ദെൻ പ്രൊസീഡ് ഓൺ ജേർണി വിത്ത് മെനി ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ദാറ്റ് ലീഡ്സ് വാലിബൻ ടു ഹിസ് അൾട്ടിമേറ്റ് ചലഞ്ച്. പിന്നീടുള്ള യാത്രയിൽ കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വാലിബന് ഏറ്റവും വലിയൊരു ചലഞ്ചായി മാറുന്നുണ്ട്. ഒരുപക്ഷെ വാലിബന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടാകാം. അയ്യനാരും ചിന്നപ്പയ്യനാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ യാത്രയിൽ കണ്ടുപൊട്ടുന്ന ഏതെങ്കിലും ലേഡി ക്യാരക്ടേഴ്സ് ആയിരിക്കാം. ഈ ഒരു സിനോപ്സിസ് വെച്ച് വാലിബന്റെ ജേണി ആയിരിക്കും സിനിമയിലൂടെ കാണിക്കുന്നത്. ചിന്നപ്പയ്യനും അയ്യനാരും വാലിബനും കൂടി യാത്ര തുടങ്ങി. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ ആളുകളെ പരാജയപ്പെടുത്തി പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ രംഗറാണിയെ പരിചയപ്പെടുന്നു. അങ്ങനെ പിന്നീട് അങ്ങോട്ട് യാത്ര തുടങ്ങാൻ പറ്റുന്നില്ല. അവിടെയുള്ള പ്രശ്നങ്ങൾ വാലിബന് ഫേസ് ചെയ്യേണ്ടി വരുന്നതും പിന്നീട് നടക്കുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഒരുപക്ഷെ അതായിരിക്കും ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പോസ്റ്റേഴ്സിലൊക്കെ കണ്ടല്ലോ. ഈ ഒരു സ്റ്റോറി തന്നെ ആണെങ്കിൽ കുറച്ച് മാസ് ഐറ്റംസ് കാണാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പടമാണ്. പിന്നെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഇന്റർവ്യൂലായിട്ട് പറയുന്നുണ്ട്, ലാലേട്ടനെ കാണാൻ ആഗ്രഹം ഉള്ള പോലെയാണ് മലൈക്കോട്ടെ വാലിബനിൽ എന്ന്. മലൈക്കോട്ടെ വാലിബൻ എന്നാണ് നിങ്ങളുടെ പേര്, അതാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ഇല്ല, അത് ഒരു നമ്മളിപ്പോൾ നമുക്ക് എങ്ങനെ ഓൺ സ്ക്രീൻ കാണണം, എന്ത് തരത്തിലുള്ള കഥാപാത്രം ചെയ്ത് കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ലാലേട്ടൻ ചെയ്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു കഥയും കഥാപാത്രമാണെന്നാണ് എനിക്ക് സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ പറയാം. പിന്നെ LJPയുടെ പടമാണ്. പുള്ളിയുടെ മാജിക്ക് എന്തെങ്കിലുമൊക്കെ കൂടെ കാണും. നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ സ്റ്റോറിയെ കുറിച്ച് തോന്നുന്നത് എന്ന് കമന്റ് ചെയ്തേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.